വെൽക്കം ടു ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാൻ വന്നിട്ട്, കാരണം എന്താ പറയുക, അതിനിടയ്ക്ക് ഒത്തിരി സെലിബ്രേഷൻസ് വന്നു, അത് വന്നു ഇത് വന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ വിട്ടുപോയത്. അപ്പം ഞാൻ അന്ന് അവസാനിപ്പിച്ചത് ഞാൻ എൻ്റെ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്കുള്ള യാത്രയിൽ അവിടെ ചെന്നിട്ട് നിൽക്കുകയാണത്. ഒരു വ്യക്തി രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സാണോ ജോലിയാണോ എന്താണ് രൂപപ്പെടുന്നത്, ഒരു 10 വയസ്സ് മുതൽ ഒരു 18-19 വയസ്സ് വരെയുള്ള ലൈഫിലെ അനുഭവങ്ങളാണ് അവരെ മോൾഡ് ചെയ്യിപ്പിക്കുന്നത്. എനിക്കും അതുപോലെ തന്നെയാണ്. ചെറുപ്പത്തിലെ ഒരു മോൾഡിങ് ഉണ്ടായിരുന്നു, അതൊരു പുതിയ തലത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നീലേശ്വരത്ത് ഞാൻ വരുമ്പം ഒരു വലിയ ഹ്യൂജ് ഫാമിലിയിലേക്കാണ് ഞാൻ വന്നത്. വെല്ലുമിച്ചിയും ഇച്ചാച്ചനും പിന്നെ അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ഫാമിലികളുള്ള ഒരു വീട്ടിലാണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. കാരണം എൻ്റെ ഫാമിലിയെല്ലാം കോട്ടയത്തുള്ളത്, ഞാൻ മാത്രം ഇവിടെ എന്നെ അമ്മ കൊണ്ടാക്കിയതാണത്. എന്തിനു കൊണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അമ്മയ്ക്ക് 10 മക്കളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് വരാൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ചാച്ചനും അമ്മച്ചിക്കും ഹെൽപ്പറായിട്ട് ഞാനിങ്ങനെ ഹെൽപ്പായിട്ട് കൂടെ നിൽക്കാനുമായിരിക്കാം. രണ്ടും പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ അവരുടെ കൂടെയൊക്കെ മിക്സപ്പ് ചെയ്തു. ഒരു വലിയ ഹ്യൂജ് ഫാമിലിയിലേക്ക് വളരുമ്പം പലതരം ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. ഞാൻ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ദുഃഖം എനിക്ക് അങ്ങനെയില്ല. കാരണം വലിയ കുടുംബമാണല്ലോ. വലിയ കുടുംബത്തിൽ കോട്ടയത്ത് പോലെയല്ല നമുക്ക് ഭക്ഷണം അതും ഇതുമൊക്കെ. പക്ഷേ ഒറ്റപ്പെടുമായിരുന്നു. കാരണം ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, വെല്ലുമിച്ചിയുടെ കാര്യം നോക്കണം, ചാച്ചൻ്റെ കാര്യം നോക്കണം, കാപ്പി ഉണ്ടാക്കി കൊടുക്കണം, വെല്ലുമിച്ച് കുളിക്കുമ്പം വെള്ളമൊഴിച്ച് കൊടുക്കണം. പിന്നെ അതിലൊരു ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് ക്രേസ് ആയതിന് നല്ലൊരു പൂന്തോട്ടം അവിടെ വെച്ച് പിടിപ്പിക്കാനും ഞങ്ങളുടെ ഓഫീസിൽ ഫ്ലവേഴ്സ് വെക്കാനും ഒക്കെ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഒരു മില്ലും കുമ്മായ കമ്പനിയൊക്കെ ഉള്ളൊരു തറവാടാണ് ഞങ്ങൾ. അപ്പം ബിസിനസ്സിൻ്റെ ഒരു തീപ്പൊരി എൻ്റെ ഹൃദയത്തിലേക്ക് പതിയാനും അതൊരു കാരണമായിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. എന്താണെന്ന് വെച്ചാൽ, വലിയ മരക്കമ്പനികൾ, അവിടെ വലിയ വലിയ മരങ്ങൾ വരിക, ഓട് വിൽക്കുക, വിറക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കുടുംബ ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസ വെല്ലുമിച്ച് ഉണ്ടാക്കുന്നത് അവിടെയുള്ള വിറക് വിറ്റിട്ടാണത്. അത് ബിസിനസ്സിൽ വരുന്നതല്ല. അത് ഞാനും വെല്ലുമിച്ചിയൊക്കെ കൂടി പോവും. പിന്നെ എനിക്ക് ശേഷം പിന്നെ മറ്റു കുട്ടികളൊക്കെ വെല്ലുമിച്ചിയുടെ കൂടെ പോവും. അവിടെയുള്ള മുക്കോത്തികൾക്കും എല്ലാവർക്കും വിറക് തൂക്കി കൊടുക്കും. പിന്നെ അതിൻ്റെ പൈസ വെല്ലുമിച്ച് ഒരു ചെറിയ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലൊരു പ്രത്യേകതരം കള്ളിയുണ്ട്. അതിങ്ങനെ വലിച്ച് തുറക്കും. നോർമൽ ആളുകൾക്ക് അത് അലൗഡ് അല്ല വെല്ലുമിച്ച്. പക്ഷെ എനിക്കത് അലൗഡായിരുന്നു. വെല്ലുമിച്ച് 6 സ്വാതന്ത്ര്യം തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പെട്ടി വലിച്ച് ഇങ്ങനെ ഒരു കള്ളി തുറക്കും. അതിൻ്റെ അകത്ത് പൈസ വെച്ചിട്ട് അടയ്ക്കും. അപ്പോൾ ആ പൈസയാണ് നമ്മളുടെ ഡെയിലി റൂട്ടീൻസിനുള്ള പൈസ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു ബിസിനസ് ഫാമിലിയിലാണെങ്കിൽ പോലും അവരവരുടെ കുടുംബത്തെ ചിലവുകൾ ശരിക്കും നമുക്ക് തന്നെ ഉണ്ടാക്കാം. വേറൊരു തരത്തിൽ കുടുംബിനികൾ നല്ലവരാണെങ്കിൽ അത് വേറെ സൈഡിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. അതായിരുന്നു വെല്ലുമിച്ചിരുന്ന് ഞാൻ പഠിച്ച ഒരു പാഠം. പിന്നെ വെല്ലുമിച്ചിരുന്ന് പഠിപ്പിച്ച പാഠം പ്രാർത്ഥന. ഭയങ്കര പ്രാർത്ഥനയും പാട്ടും. സന്ധ്യയായി കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും കൂടെ ഭയങ്കര ബോണ്ടഡായി, ഭയങ്കര ഒരു ഒന്നിച്ചിട്ടുള്ള. അപ്പം ഡാൻസ് പഠിപ്പിക്കാനും എനിക്ക് ചാൻസ് കിട്ടി. എൻ്റെ കലയോടുള്ള കഴിവ്, കാരണം ഈ കുട്ടികളിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ കസിൻസിൽ നിന്നും ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പിള്ളേരെയും ഞാനിങ്ങനെ പഠിപ്പിക്കുകയും പാട്ട് പഠിപ്പിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെറിയ പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ വളരുമ്പോൾ അത് മോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് അത് ആ വീടിന് അയൽപക്കമില്ല. അപ്പം അടുത്ത് ദൂരെ നിന്ന് വരുന്ന ഞാൻ ആദ്യമായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഉമ്മാമാരെ കാണുന്നതും അവർ തലയിൽ തട്ടയിടുന്നത് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഇപ്പം അവർ വരും, അവർ മരത്തിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് അവരുടെ വീട്ടിൽ വിറക് കത്തിക്കാൻ ഉപയോഗിക്കും. അപ്പോൾ അവരെ ഓടിച്ചു വിടുക, ഇതൊക്കെ ഞങ്ങൾ പിള്ളേരുടെ കടമയാണ്. കാരണം മരം സ്പോയിലായി പോകും. പിന്നെ മരം വെള്ളത്തിലാണത് കിടക്കണത്. അപ്പം
താഴെ ഞങ്ങൾ അലക്കുകയും കുളിക്കുകയും ഒക്കെ ഞങ്ങൾ പുഴയിലായിരുന്നു. ഇങ്ങനെ രസകരമായിട്ടുള്ളൊരു കുടുംബജീവിതത്തിൽ തുടക്കം ഞാൻ അവിടെ ഇട്ടു. എനിക്ക് ഇനി അതിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. പക്ഷേ ഇതാണ്, ഒരു ആൾ മോൾഡ് ചെയ്യുമ്പം ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വന്നു. ഒരുപാട് തരം ആൾക്കാർ, അമ്മാവന്മാരാരും മാരീഡ് അല്ല, അവരൊക്കെ എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ 1-2 പേരും മാരീഡ് അല്ല, അവരുടെ പിള്ളേർ അവിടെ ഉണ്ട്. വലിയ ഹ്യൂജ് ഫാമിലി. ഒരു റൂമിൽ കുറേ പിള്ളേർ കിടക്കും, ഒരു റൂമിൽ വേറെ പിള്ളേർ കിടക്കും. ഞാൻ നടുക്ക് വലിമിച്ചിട്ട് കട്ടിലെ താഴെ പാവിരിച്ചു. അടിയിലാണ് കിടത്ത് തന്നെ. എന്ന് വെച്ചാൽ പേടിയായതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട്. അപ്പം സന്ധ്യാപ്രാർത്ഥനകൾ, പിന്നെ രാത്രികളിലെ കശപിശ, കുടുംബങ്ങളിലുണ്ടാകുന്ന കശപിശ, രാവിലെ കാണുന്ന പ്രാർത്ഥന, പള്ളി, ഇതൊക്കെ ഞാൻ തുടക്കം കുറിച്ചത് ഇവിടെ വന്നിട്ടാണ്. കോട്ടയത്ത് എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടിയിരുന്നില്ല. കാരണം അതൊരു ഇൻഡിപെൻഡൻറ്റ് ഫാമിലി ആയിരുന്നു, ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു അത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കേൾക്കുക. നിങ്ങളുടെ കമൻസുകൾ പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ ഒരു തുറന്ന പുസ്തകം പോലെയാണത്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ബൈ ജെനി ജോസഫ്. ഒരു യാത്ര, എൻ്റെ ജീവിതത്തിലൂടെ യാത്ര, അല്ലെങ്കിൽ ബിസിനസ്സിലേക്കുള്ളൊരു യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. താങ്ക് യു.